അടുത്തത് നമ്മൾ കമ്പഷൻ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ കമ്പഷൻ കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഐസോമെറൈസേഷൻ. ഐസോമെറൈസേഷൻ സാധനത്തിൻ്റെ പേര് ഐസോമെറൈസേഷൻ. ഐസോമിയേഴ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതേ സാധനം തന്നെ ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്യുലാർ ഫോർമുല ബട്ട് അവർ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഐസോമിയേഴ്സ് ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഐസോമെറൈസേഷൻ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമാണ്. അതിൻ്റെ ഒരു ചെറിയ വെർഷൻ ആണ്. അതേ സാധനം തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഐസോമെറൈസേഷൻ. ആൽക്കെയിൻസ് ഹാവിങ് 6 or more കാർബൺ ആറ്റം, മിനിമം ഒരു 6 കാർബൺ ആറ്റം ഉള്ള ആളെങ്കിലും എടുക്കണം. 6 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധനം എന്താണ്, ഹെക്സൈൻ. ഫോമുല എന്തുവാ, CH3 CH2 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 CH3 ഉണ്ടോ. ഹെക്സൈനെ എടുത്ത് ഓൺ ഹീറ്റിംഗ് in the presence of anhydrous aluminum chloride. എന്തിൻ്റെ പ്രസൻസിലാണ്, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് ആയിട്ടുള്ള അലൂമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് AlCl3, സാധനത്തിന്റെ പേര് അലൂമിനിയം ക്ലോറൈഡ്. ടു ഗെറ്റ് ബ്രാഞ്ച്ഡ് ആൽക്കെയിൻ കിട്ടുന്ന ആരാന്ന് ചോദിച്ചാൽ, ബ്രാഞ്ച് ഇവിടെ ഇങ്ങനെ നീളത്തിയിരിക്കുന്ന ആളാണ്. അയാളെ എടുത്ത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ബ്രാഞ്ച്ഡ് ആൽക്കെയിൻ കിട്ടും. ഇതിനെ ബ്രാഞ്ച് ആക്കിയപ്പോൾ ആൻസർ എന്താ കിട്ടാം? ആൻസർ ഞാൻ താഴെ ടേബിളിലോട്ട് എഴുതാം. ആൻസർ നോക്കിയേ, CH3. ഈ ഇരിക്കുന്ന CH2നെ ഏതാണ്ട് ഇതിൻ്റെ കൂടെ എഴുതി. അപ്പം എന്താണ് ഈ താഴോട്ട് പോയി ആൾ ഇവിടുന്ന് ഒരു H എടുത്ത് ഇയാൾക്ക് കൊടുത്തു. അപ്പം എന്താ അവിടെ CH3 മതി, അവിടെ ബാലൻസ്ഡ് ആയി. ബാക്കി ഇവിടെ CH ഇയാളേതാണ് CH3, ബാക്കി ഇവിടെ CH2 CH2 CH3 CH2 വേറെ ഒന്നും മാറ്റിയില്ല. CH2 CH3 പ്ലസ് ഇതൊരു പ്രോഡക്റ്റാണ്. ഇനി ഈ ഇയാളെ എടുത്ത് ഇങ്ങോട്ടല്ലേ മാറ്റിയതാ, അപ്പോൾ ഇങ്ങോട്ടാ ബ്രാഞ്ച് വന്നേ. ഇയാളെടുത്ത് ഇയാളോട്ട് ഇങ്ങോട്ട് വേണേൽ മാറ്റാം. അപ്പോൾ ആൻസർ എന്ത് വരും പറ, CH3 CH2 ഇയാളോടത്തിൻ്റെ വേണ്ടി മാറ്റിയതാ, അപ്പോൾ അവിടെ എന്ത് വരും, CH. ഇയാളെല്ലേ മാറ്റി എഴുതിയേ, അപ്പോൾ എന്താ വരും അവിടെ, CH3. പിന്നെന്തുകൊണ്ട് അവിടെ CH2 CH3, വേറൊന്നുമില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഈ ഇരിക്കുന്ന ആളെടുത്ത് ഇവിടെ കൊടുത്തു, ഇയാളെടുത്ത് ഇവിടെ കൊടുത്താണ് ഇതാണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പം രണ്ടിൻ്റെയും പേര് നോക്കണം. ഇത് രണ്ടാമതാണ് മീഥൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് 2-methyl മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് പെൻറ്റൈൻ. 2-methyl പെൻറ്റൈൻ. അടുത്ത നോക്കിയേ, ഇത് മൂന്നാമതല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ എഴുതാം, 3-methyl മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. അപ്പോൾ എന്താ എഴുതാം, 3-methyl പെൻറ്റൈൻ. ആളെ കിട്ടി. 2-methyl പെൻറ്റൈനും കിട്ടി, 3-methyl. ഇതിനെ 2 ആക്കാൻ പറ്റും. ഇനി നമുക്ക് മാറ്റി ഇങ്ങോട്ടൊന്നും എഴുതാൻ പറ്റില്ല. ഇവിടെ എഴുതാൻ പറ്റുമോ, ഇയാളെ മാറ്റി ഇങ്ങോട്ട് എഴുതി, ഇയാളെ മാറ്റി ഇങ്ങോട്ട് എഴുതി. ഇനി ഇവിടെ ഇയാളെ മാറ്റി ഇങ്ങോട്ട് എഴുതിയാലും 3-methyl പെൻറ്റൈൻ ആണ്, ഇവിടെ എഴുതിയാലും കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് നെയിം കൊടുക്കും, 3-methylഉം 2-methylഉം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ടോ, ബ്രാഞ്ച് ആക്കി, ചെയിനായിട്ടിരുന്നേ. ഫോമുല എല്ലാം സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോമെറൈസേഷൻസ് എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ഐസോമെറൈസേഷൻ. അപ്പോൾ എന്തോ ഐസോമെറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ ഹാവിങ് മിനിമം 6 കാർബൺ ആറ്റം, മിനിമം ഒരു 6 കാർബൺ ആറ്റം എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ബ്രാഞ്ച് ആക്കുമ്പോൾ വേറെ ആൾ വരും, ഒരു ബ്രാഞ്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആൽക്കെയിൻസ് കണ്ടെയ്നിങ് മിനിമം 6 കാർബൺ ആറ്റം ഹീറ്റഡ് വിത്ത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. വേറെ ഒന്നുമില്ല, അലൂമിനിയം ക്ലോറൈഡുമായിട്ട് ഹീറ്റ് ചെയ്യണം. അലൂമിനിയം ക്ലോറൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പം എന്ത് കിട്ടും, ടു ഗെറ്റ് ബ്രാഞ്ച്ഡ് ആൽക്കെയിൻസ്, ബ്രാഞ്ചുള്ള ആൽക്കെയിൻസ് കിട്ടും. അങ്ങനെ ബ്രാഞ്ചുള്ള ആൽക്കെയിൻസ് കിട്ടുന്ന റിയാക്ഷൻ്റെ പേരാണ് ഐസോമെറൈസേഷൻ. എന്ത് പറയുന്നതിൻ്റെ പേര്,
ഐസോമെറൈസേഷൻ. അത്രയുള്ള ഐസോമെറൈസേഷൻസ്. ഓക്കെ, പിടിയിട്ടിയല്ലോ. ഇതാണ് ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ രണ്ടാക്കി എഴുതാം. 2 പ്രോഡക്റ്റ് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞു. വീണ്ടും തിരിച്ച് അപ്പുറത്തോട് എഴുതാം. അപ്പം 2 മീഥൈൽ പെന്റൈനും 3 മീഥൈലും തന്നെ കിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഐസോമെറൈസേഷൻ. 3ാമത്തെ പ്രോപ്പർട്ടി അതാണ് ഐസോമെറൈസേഷൻ. 4ാമത്തെ ആള് ആരോമാറ്റൈസേഷൻ. ഐസോമെറൈസേഷൻ തീർന്നു. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ആരോമാറ്റൈസേഷൻ. ആരോമാറ്റൈസേഷൻ അതും ആ പേരിൽ തന്നെ ഉണ്ട്. മറ്റേത് ഐസോമെറൈസ് ചെയ്ത് ഇത് ആരോമാറ്റിക് ചെയിൻ ആക്കിയതാണ്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ റിങ് ആക്കണം. റിങ് ആയിട്ടിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പേരാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്. നല്ല മണമൊക്കെ കിട്ടുന്ന കോമ്പൗണ്ടുകളാണ്. അതെല്ലാം മണമുള്ളതാണ്. നമ്മൾ സ്പ്രേക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന അതേപോലെയുള്ള മണമുള്ള കോമ്പൗണ്ടുകളാണ്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്മെൽ എന്ന അർത്ഥം. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മണമുള്ള കോമ്പൗണ്ട് അല്ലേ നമ്മൾ പറയും റിങ് ഉള്ള കോമ്പൗണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബെൻസീൻ റിങ് ഉള്ള ആളാണ്. നാഫ്തലീൻ ഇത് സാധനം പാറ്റ ഗുളിക. ഈ സാധനങ്ങളിലെ റിങ് ഉള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. അത് ഇപ്പം എടുത്ത അതേ ആളെ തന്നെ എടുക്കേണ്ടത്. ആൽക്കൈൻസ് കണ്ടെയ്നിങ് മിനിമം 6 കാർബൺ ആറ്റം. ഇപ്പം എടുത്ത ആള് CH3, CH2, 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 CH3 ഹെക്സൈനെ എടുത്തു. ഹീറ്റഡ് വിത്ത് ക്രോമിയം ഓക്സൈഡ് ഓർ വനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റ്. നേരത്തെ നമ്മൾ അലൂമിനിയം ക്ലോറൈഡ് ആണ് എടുത്തത്. ഇവിടെ വനേഡിയം പെൻഡോക്സൈഡ് V2O5 അല്ലെങ്കിൽ ഉപയോഗിക്കും Cr2O3 വേറൊരാള് ഓർ വേറെ ഇത് ആരെങ്കിലും ഒരാളെ ഉപയോഗിക്കാം. Cr2O3 ക്രോമിയം ഓക്സൈഡ്, വനേഡിയം പെൻഡോക്സൈഡ് ഓർ ക്രോമിയം ഓക്സൈഡ് about 773 കെൽവിൻ 773 കെൽവിൻ ടെമ്പറേച്ചറിലും 10 to 20 atm പ്രഷറിലും ഹീറ്റ് ചെയ്യണം. 773 കെൽവിൻ ടെമ്പറേച്ചറിൽ 10 to 20 atm പ്രഷറിലും അതിനെ ഹീറ്റ് ചെയ്യണം. ആരെടുത്താന്ന് ചോദിച്ചാൽ CH3, CH2, 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 C3 ഹെക്സൈൻ മിനിമം കാർബണാറ്റ് 6 കാർബണാറ്റ് ഉള്ള ആൾ. ഇവരെ ഇതിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് കൺവേർട്ടഡ് ഇൻറ്റു ആരോമാറ്റിക് കോമ്പൗണ്ട്. എന്തായിട്ട് മാറുമെന്ന് ചോദിച്ചാൽ ആരോമാറ്റിക് കോമ്പൗണ്ട്. ആരോമാറ്റിക് കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ് ആരെന്ന് പഠിച്ച് ബെൻസീൻ. ബെൻസീൻ വരയ്ക്കുന്നതാണ്ട് ഇങ്ങനെയാണ്. ആണ് ബെൻസീൻ. ചെയിനായിട്ടിരിക്കുന്ന ആൾ റിംഗ് ആയിട്ട് മാറി. ഈ വരച്ചിരിക്കുന്നതിന് അർത്ഥം എന്താ? ഇവിടെ എല്ലാം കാർബൺ ഉണ്ടെന്ന് അർത്ഥം. സി കോർണറെല്ലാം കാർബൺ ആണ്. 3, 4, 5, 6 കാർബൺ. ഈ കാർബണിന്റെ കൂടെ എല്ലാം ഹൈഡ്രജൻ. ബെൻസീന്റെ ഫോർമുല എന്താണ്? C6H6. ഫോർമുല C6H6. നടുക്ക് ഡബിൾ ബോണ്ട് വരെ ഞാനൊരു 0 ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഡബിൾ ബോണ്ട് ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ഇട്ടാലും ആൻസർ ആണ്. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ ഇങ്ങനെ ഇട്ട് പോവാം. അതിന് വരെ ഒരു 0 വരച്ചാലും മതി. അപ്പോൾ ഫോർമുല കിട്ടി C6H6. ബാലൻസ് എന്തുണ്ടെന്ന് നോക്കണം. ഇനി അതിനകത്ത് കാർബൺ 6 എണ്ണം തന്നെ താണ്ട് ഇവിടെ എഴുതി C6. H ഇവിടെ 3, 5, 7, 9, 11, 14 H ഉണ്ട്. നമ്മൾ എത്ര എണ്ണം എടുത്തുള്ളൂ? ബെൻസീൻ ആകണമെങ്കിൽ 6 H മതി. അപ്പോൾ 14 നിന്ന് 6 പോയാൽ ബാക്കി 8 H ഉണ്ട്. ബാലൻസ് അതാണ് 8 H വേണം. അപ്പോൾ നമ്മൾ എന്താ എഴുതും? 4H2. 8 H ആയില്ലയോ? ഇതാണ് ആരോമാറ്റൈസേഷൻ. ഓക്കെ, അപ്പോൾ അത്രയുള്ള ആരോമാറ്റൈസേഷൻ. ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയിനെ ബ്രാഞ്ച് ആക്കിയതിനെ ഐസോമെറൈസേഷൻ. ഇത് ചെയിനെ റിംഗ് ആക്കിയതിനെ വിളിക്കുന്ന പേരാണ് ആരോമാറ്റൈസേഷൻ. ഒന്നുമില്ല, ആരോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൻസ് കണ്ടെയ്നിങ് മിനിമം 6 കാർബൺ ആറ്റം. എന്തുള്ളതാണ്? മിനിമം 6 കാർബൺ ആറ്റം ഉള്ള ആൽക്കൈനെ എടുത്ത് വനേഡിയം പെൻഡോക്സൈഡോ ക്രോമിയം ഓക്സൈഡിൻ്റെയോ പ്രസൻസിൽ ഹീറ്റ് ചെയ്തു.
എത്ര കെൽവിൻ ആണെന്ന് ചോദിച്ചാൽ 773 കെൽവിൻ, 10 to 20 atm പ്രഷർ. പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ 10 to 20 atm. ടു ഗെറ്റ് നമുക്ക് എന്തോ കിട്ടിയതാ? ടു ഗെറ്റ് റിംഗ് കോമ്പൗണ്ട്സ്. എന്തുള്ള കോമ്പൗണ്ട്സാണ് കിട്ടിയേ? റിംഗ് ഉള്ള കോമ്പൗണ്ട്സ് കിട്ടി. അങ്ങനെ റിംഗ് ഉള്ള കോമ്പൗണ്ട്സ് കിട്ടിയാൽ ആ റിയാക്ഷന്റെ പേരാണ് ആരോമാറ്റൈസേഷൻ. ഏത് റിംഗുള്ള കോമ്പൗണ്ട്? ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് ബെൻസീൻ. കിട്ടിയാൽ പേര് ബെൻസീൻ പ്ലസ് ബാക്കി H2. ഇത്രയുള്ള ആരോമാറ്റൈസേഷൻ. അടുത്ത ലാസ്റ്റ് റിയാക്ഷൻ, ആറാമത്തെ ആള് പൈറോളിസിസ്. ആറല്ല, അഞ്ചാമത്തെ ആള്. പൈറോളിസിസ്. എന്ത് സാധനത്തിന്റെ പേര്? പൈറോളിസിസ്. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻസ്, ഇത് അതേ സാധനം തന്നെയാണ്. അവസാനത്തെ മൂന്നെണ്ണവും സെയിം തന്നെയാണ്. ആൽക്കെയിൻസ് ഹാവിങ് 6 or more കാർബൺ ആറ്റം. ഇപ്പൊ എടുത്ത ആള് CH3, CH2, 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 CH3. 6 കാർബൺ ആറ്റം ഇല്ലേ? ആൽക്കെയിൻസ് ഹാവിങ് 6 or more കാർബൺ ആറ്റം, ഹീറ്റിംഗ് വിത്ത് ഹൈ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 773 കെൽവിൻ. ഇത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്ത് 773 കെൽവിൻ ടെമ്പറേച്ചറിൽ എടുത്ത് ഹീറ്റ് ചെയ്ത് മിനിമം എത്ര കാർബൺ ആറ്റമാണ്? 6 കാർബൺ ആറ്റം ഉള്ള ആളെ ഹീറ്റിംഗ് ടു ഡീകമ്പോസസ് ഇൻടു ആൽക്കെയിൻ, ആൽക്കീൻ ഓർ ആൽക്കൈൻ. ഇത് ഡീകമ്പോസ് ചെയ്യുന്ന ബ്രാഞ്ച് ഒന്നും ആവത്തില്ല, പക്ഷെ ഇത് മുറിഞ്ഞ് ആൽക്കെയിൻ തന്നെയാണ്. ഹീറ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ഒരു ആൽക്കെയിൻ കിട്ടും, അതിൻ്റെ കൂടെ ഒരു ആൽക്കീൻ കിട്ടാം, ചിലപ്പോൾ ഒരു ആൽക്കൈനും കിട്ടാം. ഇതാണ് ആ റിയാക്ഷന്റെ പേരാണ് പൈറോളിസിസ്. എന്ത് കിട്ടും? ആൽക്കെയിൻസ്. അപ്പൊ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ നോക്കിയേ, 6 കാർബൺ ആറ്റം ഉള്ള ആളല്ലേ എടുത്തേ? 6 കാർബൺ ആറ്റം ഉള്ള ആളെ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആള് നോക്കേ, കിട്ടുന്ന C2H6 കിട്ടും. ഒരു കോമ്പൗണ്ട് C2H6. C 2 എടുത്ത് H 6 എടുത്തു. പ്ലസ് ഇവിടെ 6 കാർബൺ ഇല്ലായിരുന്നോ? ബാക്കി 4 കാർബൺ ഉണ്ട്. ബാക്കി എന്തോ കിട്ടും? C4H8. രണ്ടോ ഇല്ലയോ? 2 4 കൂട്ടുമ്പോൾ 6 കാർബൺ, 8 6 14 ഹൈഡ്രജൻ. 2 കോമ്പൗണ്ട് കിട്ടി. കിട്ടിയ കോമ്പൗണ്ടിന്റെ പേര് നിങ്ങൾ നോക്കിയേ. ഇവിടെ കണ്ടോ? കാർബണിന്റെ ഇരട്ടിയേക്കാൾ 2 ഹൈഡ്രജൻ അധികം ഉണ്ട്. അപ്പൊ ഇത് ആൽക്കെയിനാ കിട്ടിയേ. അപ്പൊ എത്ര കാർബൺ? 2 എണ്ണം. അപ്പൊ എനിക്ക് കിട്ടിയ പേര് എന്ത്? ഈഥൈൻ. ഇവിടെ കണ്ടോ? C4H8. കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജനേ ഉള്ളൂ. ഇരട്ടി ഉണ്ടെങ്കിൽ അവള് പറഞ്ഞ ആൽക്കീനാ കിട്ടിയത്. 4 കാർബൺ ആറ്റം ഇല്ലേ? അപ്പം മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. കിട്ടിയാൽ ആരാ? ബ്യൂട്ടീൻ. അപ്പൊ കിട്ടിയ ആളൊരു ഈഥൈനും കിട്ടി. ഇവിടെ കിട്ടിയ ആളാരാണ്? ബ്യൂട്ടീനും കിട്ടി. ഒരു ആൽക്കൈനും കിട്ടി, ഒരു ആൽക്കീനും കിട്ടി. ചിലപ്പോൾ കേസിലൊക്കെ ഒരു ആൽക്കൈനും കിട്ടാം. കാർബണിന്റെ എണ്ണം കൂട്ടി ഹെക്സൈന് പകരം പിന്നെ പെൻറ്റൈൻ, ഹെപ്റ്റൈൻ എഴുതാം, ഒക്ടൈൻ എഴുതാം, ഡെക്കൈൻ എഴുതാം, നൊണൈൻ എഴുതാം, ഏതുള്ള എഴുതാം. ആ ഇവിടെ എഴുതുന്ന ആളിനനുസരിച്ച് ചിലപ്പോൾ ആൽക്കൈൻ കിട്ടും, ആൽക്കീൻ കിട്ടും, ആൽക്കൈനും കിട്ടും. ഒരു ഹയർ ആൽക്കൈനെ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ലോവർ ആൽക്കൈനും ആൽക്കീനോ ആൽക്കൈനോ കിട്ടുന്ന ഫിനോമിനന്റെ പേരാണ് പൈറോളിസിസ്. പൈറോളിസിസ് എന്ന് വെച്ചാൽ 2 ആക്കി വെട്ടിമുറിച്ച് 2ഓ 3ഓ ആക്കുന്ന റിയാക്ഷനാണ്. ആരെ വെട്ടിമുറിക്കുന്നത്? ആൽക്കൈൻ്റെ കാര്യം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആൽക്കൈൻ ഹാവിങ് മിനിമം 6 or more കാർബൺ ആറ്റം. മിനിമം എത്ര വേണം? 6 or more കാർബൺ ആറ്റം. ഹീറ്റഡ് അബൌട്ട് 773 കെൽവിൻ. എത്ര കെൽവിൻ ടെമ്പറേച്ചറിലാണ്? 773 കെൽവിന് ഹീറ്റ് ചെയ്യണം. അങ്ങനെ 773 കെൽവിന് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടു ഒബ്റ്റൈൻ ലോവർ ആൽക്കൈൻ, ആൽക്കീൻ ഓർ ആൽക്കൈൻ, ഏത് വേണേലും കിട്ടാം. ആ റിയാക്ഷന്റെ പേരാണ് പൈറോളിസിസ് എന്നാ പറയുന്നത്. ഇത്രയാവുമ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം തീർന്നു. അപ്പോൾ വാട്ട് ആർ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ ഇത്ര എണ്ണം ഉണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പഠിച്ചേ? ആദ്യം പഠിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, രണ്ടാമത് പഠിച്ച് കമ്പഷൻ,
സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പോയിട്ട് വേറൊരാൾ വരുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആരെ പ്രസൻസിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് റേസ്. രണ്ടാമത് പഠിച്ച ആൾ കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഡക്റ്റ്. എപ്പോഴും ആൽക്കേനെ കമ്പഷൻ നടത്തുമ്പോൾ രണ്ട് പ്രോഡക്റ്റ് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. മൂന്നാമത്തെ ആള് ഐസോമെറൈസേഷൻ. ഐസോമെറൈസേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 6 കാർബൺ ആറ്റം ഉള്ള ആളെ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്തായിട്ട് മാറും? രണ്ടോ മൂന്നോ ഉള്ള ബ്രാഞ്ചായിട്ടുള്ള ആൽക്കെയിനായിട്ട് മാറും. വേറെ ആൽക്കീനൊന്നും ആവത്തില്ല, ബ്രാഞ്ച്ഡ് ആൽക്കെയിനായിട്ട് തന്നെ മാറും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഐസോമെറൈസേഷൻ. അടുത്ത പഠിച്ചത് ആരോമാറ്റൈസേഷൻ. എന്തിനെടുത്ത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ആൽക്കെയിൻസ് ഹാവിങ് 6 or more carbon atom heated with vanadium pentoxide or chromium oxide at a high temperature to get എന്ത് കിട്ടുമെന്നാ പറഞ്ഞ ആരോമാറ്റിക് കോമ്പൗണ്ട്. നമുക്ക് കിട്ടുന്ന ആരോമാറ്റിക് കോമ്പൗണ്ട് എക്സാമ്പിൾ ആരാന്ന് ചോദിച്ചാൽ ബെൻസീൻ. അങ്ങനെ ആ ബെൻസീൻ കിട്ടുന്ന റിയാക്ഷൻ്റെ പേരാണ് ആരോമാറ്റൈസേഷൻ. ടെമ്പറേച്ചർ 773, പ്രഷർ 10 to 20 atm. അതേ ആൽക്കൈനെ എടുത്ത് 773 കെൽവിനിൽ നമ്മൾ ക്രോമിയം ഓക്സൈഡ് കാറ്റലിസ്റ്റ് ഒന്നും കൊടുക്കാതെ ഹീറ്റ് ചെയ്താൽ അയാൾ ആൽക്കൈനായിട്ട് മാറും. ആൽക്കീനായിട്ട് മാറാം, ചിലപ്പോൾ ആൽക്കൈനും കിട്ടും. അങ്ങനെ ആൽക്കീനും ആൽക്കൈനും കിട്ടുന്ന റിയാക്ഷൻ്റെ പേരാണ് പൈറോളിസിസ് എന്നാണ് പറയുന്നത്. ഇത്രയാകുമ്പോൾ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം തീർന്നു. ആൽക്കൈനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ആൽക്കൈൻ്റെ ഫോർമുല പഠിച്ച് CnH2n+2. ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചതിനകത്ത് 3 എണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച്. വുഡ്സ് റിയാക്ഷൻ, ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ, കോബ്സ് ഇലക്ട്രോളിസിസ്. വുഡ്സ് റിയാക്ഷനകത്ത് ആൽക്കൈനെ എടുത്ത് മെറ്റാലിക് സോഡിയവുമായിട്ട് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇരട്ടി നമ്പർ കാർബൺ ആറ്റമുള്ള ആൽക്കൈൻസ് കിട്ടും. അടുത്ത രണ്ടാമത് പഠിച്ച ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷനകത്ത് സോഡിയത്തിൻ്റെയോ പൊട്ടാസ്യത്തിൻ്റെയോ കാർബോക്സിലിക് ആസിഡിനെ എടുത്ത് സോഡ ലൈമുമായിട്ട് മിക്സ് ചെയ്യണം. NaOHൻ്റെയും CaOയുടെയും കൂടെ മിക്സ്ചറിൻ്റെ പേരാണ് സോഡ ലൈം. ടു ഗെറ്റ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ആൽക്കൈൻസ് വിത്ത് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദ പേരന്റ് ആസിഡ്. പേരന്റ് ആസിഡിനേക്കാൾ 1 കാർബൺ ആറ്റം കുറഞ്ഞിട്ടുള്ള ആൽക്കൈൻ കിട്ടിയാൽ അതിൻ്റെ പേരാണ് ഡീകാർബോക്സിലേഷൻ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ആ റിയാക്ഷനകത്ത് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ആ റിയാക്ഷൻ്റെ പേരാണ് ഡീകാർബോക്സിലേഷൻ. മൂന്നാമത് പഠിച്ചാണ് കോബ്സ് ഇലക്ട്രോളിസിസ്. എന്ന് വെച്ചാൽ കോബ്സ് ഇലക്ട്രോളിസിസ് പറഞ്ഞാൽ ആൽക്കൈൻസ് ഓൺ അക്വസ് സൊല്യൂഷൻ ഓഫ് ആൽക്കൈൻസ് ഓൺ ഇലക്ട്രോളിസിസ് ടു ഗെറ്റ് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ആൽക്കൈൻ വിത്ത് ടു ഗെറ്റ് ആൽക്കൈൻ വിച്ച് കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആസ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് അത്രയും സെയിം നമ്പർ കാർബൺ ആറ്റം ഉള്ള ആളെ കിട്ടും. ആ റിയാക്ഷൻ്റെ പേരാണ് എന്താ പറഞ്ഞ കോബ്സ് ഇലക്ട്രോളിസിസ്. ആൽക്കൈൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി പിന്നെ പഠിച്ച് ആൽക്കൈന് ഒറ്റൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിച്ചുള്ളൂ. ബോയിലിംഗ് പോയിന്റ്. കാർബണിൻ്റെ എണ്ണം കൂടുമ്പം ബോയിലിംഗ് പോയിന്റ് കൂടും, ബ്രാഞ്ച് വരുമ്പം ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയായി, കെമിക്കൽ പ്രോപ്പർട്ടിയായി, പ്രിപ്പറേഷനായി. ഓക്കെ, ഇത്രയാണ് ആൽക്കൈനെ കുറിച്ചുള്ള. ഇനി ആൽക്കൈൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, കൺഫർമേഷൻസ്. ആൽക്കൈൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. ആൽക്കൈനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഉള്ളൂ, അത് വേറൊരു ഏരിയയാണ്, മറ്റെല്ലാം തീർന്നു. കൺഫർമേഷൻ ഓഫ്, നിങ്ങളിവരെ കേൾക്കാത്ത ഒരാളാണ്. കൺഫർമേഷൻ ഓഫ് ആൽക്കൈൻസ്. ആൽക്കൈൻ്റെ കൺഫർമേഷൻസ്. വാട്ട് ആർ കൺഫർമേഷൻസ്? ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കൺഫർമേഷൻ. സിമ്പിൾ സാധനമാണ്, കേൾക്കുമ്പോൾ വലിയ പേരാണെന്നേ ഉള്ളൂ. CH4 മീഥൈൻ. CH4 കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ എന്താണ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ കാർബൺ അല്ല, സോറി, ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും, ഈ ആൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഫ്രീ ആയിട്ട് ഈ കാർബണിന് ചുറ്റും ഇരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം റൊട്ടേറ്റ് ചെയ്യും. അത് എവിടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്ന? ആൽക്കൈനകത്തും മാത്രമേ റൊട്ടേറ്റ് ചെയ്യൂ. ആൽക്കൈനകത്തും റൊട്ടേഷൻ ഇല്ല. ആൽക്കൈനകത്ത് റൊട്ടേറ്റ് ചെയ്യും, കാരണം ഇവിടെയുള്ള ബോണ്ട് ഏത് ബോണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്?
കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ? ഇവിടെ 4 ബോണ്ട് ഉണ്ട്. കാർബൺ ഇങ്ങോട്ട് 4, ഇങ്ങോട്ട് 4 ബോണ്ട് പോയിട്ടുണ്ട്. സിംഗിൾ ബോണ്ട് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് സിഗ്മ ബോണ്ട്, ഇത് സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്. പൈ ബോണ്ടൊന്നും ഇല്ല. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡബിൾ ബോണ്ട് വരുമ്പോൾ ഒരു പൈ ബോണ്ടും ഉണ്ട്, ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 പൈ ബോണ്ടും ഉണ്ട്, ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്. ആൾ സിംഗിൾ ബോണ്ട്സ് ആർ സിഗ്മ ബോണ്ട്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കാർബൺ സിംഗിൾ ബോണ്ടിനെയോ സിഗ്മ ബോണ്ടിനെയോ അറൗണ്ട് ചെയ്ത് കാണുന്ന ഹൈഡ്രജൻ ആറ്റം ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻ. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറയും ദ ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഡിഫറൻസ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഈ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ്. അപ്പൊ ദ ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് around arising due to free rotation of carbon single bond are called conformation. കാർബൺ സിംഗിൾ ബോണ്ട് ഈ കൺഫർമേഷൻ കാണിക്കുന്ന മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് ഈഥൈൻ. ഈഥൈന്റെ ഫോർമുല നമ്മൾ പഠിച്ച് C2H6. കാർബൺ 6 ഹൈഡ്രജൻ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ. അപ്പൊ ഈ കാർബണും തമ്മിൽ സിഗ്മ ബോണ്ടാണ്. ഈ കാർബൺ സിഗ്മ ബോണ്ടിനെ എറൗണ്ട് വരുന്ന ഹൈഡ്രജൻ ആറ്റം ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്നാ പറയുന്നത്. The different spatial arrangement of hydrogen atom around a carbon sigma bond is known as conformation. കാർബൺ സിഗ്മ ബോണ്ടിനെ റൗണ്ട് ചെയ്ത് കാണുന്ന ഹൈഡ്രജൻ ആറ്റം ഡിഫറൻ്റ് ആയിട്ട് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് നടത്തിയാൽ അല്ലെങ്കിൽ റൊട്ടേഷൻ നടത്തിയാൽ ആ ഫിനോമിനന്റെ പേരാണ് കൺഫർമേഷൻ. ആ കൺഫർമേഷനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഈഥൈനകത്ത് 3 കൺഫർമേഷൻ ഉണ്ട്. 2 നമുക്ക് പഠിച്ചാൽ മതി. ഒന്നാമത്തേനെ വിളിക്കുന്ന പേര് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വെച്ചാൽ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. രണ്ടാമത്തേന്റെ പേര് സ്റ്റാജേഡ് കൺഫർമേഷൻ. ഒന്ന് എക്ലിപ്സ്ഡ്, രണ്ടാമത്തേന്റെ പേര് സ്റ്റാജേഡ്, മൂന്നാമത്തേന്റെ പേര് സ്ക്യൂ കൺഫർമേഷൻ. ഇത് 2 നമുക്ക് പഠിച്ചാൽ മതി. ഇത് പേര് മാത്രം പഠിച്ചാൽ മതി, അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സിലബസ് ഇല്ല. ഒന്നാമത്തേന്റെ പേര് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, രണ്ടാമത്തേന്റെ പേര് സ്റ്റാജേഡ് കൺഫർമേഷൻ, മൂന്നാമത്തേന്റെ പേര് സ്ക്യൂ കൺഫർമേഷൻ. അപ്പൊ കൺഫർമേഷൻ എത്ര എണ്ണം ചോദിച്ചാൽ 3 ഏതൊക്കെയാ? ഒന്ന് എക്ലിപ്സ്ഡ്, 2 സ്റ്റാജേഡ്, മൂന്നാമത്തെ സ്ക്യൂ. എന്താണ് അതെന്നാ പഠിക്കാൻ പോകുന്നത്, എക്ലിപ്സ്ഡും സ്റ്റാജേഡും. അപ്പൊ എക്ലിപ്സ്ഡും സ്റ്റാജേഡും നമുക്ക് കൺഫർമേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 2 ഫോർമുലകളുണ്ട്. ആ ഫോർമുല പഠിക്കുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകും. എക്ലിപ്സ്ഡ് കൺഫർമേഷനും സ്റ്റാജേഡ് കൺഫർമേഷനും 2 ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫോർമുലയെ വിളിക്കുന്ന പേര് സാഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല. സാഹോഴ്സ്. രണ്ടാമത്തെ പേര് ഒന്ന് സാഹോഴ്സ്, രണ്ടാമത്തെ പേര് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. 2 ഫോർമുല ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തെ പേര് എന്താണെന്ന് ചോദിച്ചാൽ സാഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല, രണ്ടാമത്തെ പേര് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. ഇത് 2 ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റാജേഡും എക്ലിപ്സ്ഡും ഈഥൈൻ്റെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിക്കുന്നത് എക്ലിപ്സ്ഡ് ഫോർമുലയാണ് വരയ്ക്കുന്നത്. ഒന്നാമത്തത് എക്ലിപ്സ്ഡ് ഫോർമുല.
ഈഥൈനാണ് വരയ്ക്കുന്നത്. ഫോർമുല C2H6 സാഹോഡ്സ്. ഇൻ ദിസ് carbon carbon bond is denoted by a line. കാർബണും കാർബണോടുള്ള ബോണ്ടാണ് C2. ഇവിടെ കാർബൺ 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 ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യില്ല. കാർബൺ കാർബൺ ബോണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ എ ലോങ് സ്ട്രൈറ്റ് ലൈൻ. ദ ഫ്രണ്ട് കാർബൺ ആറ്റം എന്തോ ഇതിന്റെ ഫോർമുല C2H6 എന്നാണ്. ഇതാണ് ഈഥൈൻ C2H6. ഈ കാർബണും കാർബണോടുള്ള ബോണ്ടാണ് ഒരു സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് നമ്മളുണ്ട്. ലോങ്ങർ ലൈൻ ഉപയോഗിച്ച് ഒരു ലോങ്ങർ സ്ട്രൈറ്റ് ലൈൻ റെപ്രസെന്റ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ടോ. ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് റെപ്രസെന്റ് ചെയ്യും. the front carbon atom is represented by lower end. ഇത് lower end, ഇത് upper end. ഫ്രണ്ട് കാർബൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്രണ്ട് കാർബൺ, ഇത് രണ്ടാമത്തെ ഇങ്ങനെ നമ്മൾ എണ്ണി പോകുന്നത്. ഈ ഫ്രണ്ട് കാർബൺ അതിൻ്റെ കൂടെ 3 ഹൈഡ്രജൻ ആറ്റം. ഫ്രണ്ട് കാർബൺ ആറ്റം ഷോൺ അറ്റ് ദ ലോവർ എൻഡ് ആൻഡ് ദ ബാക്ക് കാർബൺ ആറ്റം ഈസ് ഷോൺ അറ്റ് ദ അപ്പർ എൻഡ്. ഇത് ഫ്രണ്ട് കാർബൺ, ഇത് ബാക്ക് കാർബൺ. ആൻഡ് 3 ലൈൻസ് അറ്റാച്ച്ഡ് ടു റെപ്രസെന്റ് ഹൈഡ്രജൻ ആറ്റം. ഇതിനകത്ത് 3 ഹൈഡ്രജൻ ഉണ്ട്, CH3. ഇതിനകത്ത് 3 ഹൈഡ്രജൻ ഉണ്ട്. അത് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഒരു ഡോട്ടറല്ല, ഒരു ലൈൻ ഉപയോഗിച്ച് ആ ഹൈഡ്രജൻ കുഞ്ഞു ലൈൻ, ഷോർട്ടർ ലൈൻ, ഡോട്ടറല്ല ഷോർട്ടർ ലൈൻ, ഒരു കുഞ്ഞു ലൈൻ ഉപയോഗിച്ച് ഹൈഡ്രജൻ ആറ്റം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്രണ്ട്. ഇനി ബാക്കിലുള്ള ഹൈഡ്രജൻ ആറ്റം. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്ഡ്. എക്ലിപ്സ്ഡ് ഫോർമുലയാണ്. ഈഥൈൻ്റെ എക്ലിപ്സ്ഡ് ഫോർമുല, സാഹോഡ്സ് പ്രൊജക്ഷൻ ഫോർമുല അനുസരിച്ച് ഈ ഈഥൈൻ്റെ എക്ലിപ്സ്ഡ് സ്ട്രക്ചർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ്. രണ്ടാമത് നമ്മൾ എക്ലിപ്സ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് രണ്ടാമത്തെ ഏതാണ്, സ്റ്റാജേഡ്. രണ്ടാമത് സ്റ്റാജേഡ് വരയ്ക്കാൻ പോവാണ്. അതും ഇതേപോലെ തന്നെയാണ് വരയ്ക്കുന്നത്. കാർബൺ ആറ്റം റെപ്രസെന്റഡ് ബൈ എ ലോങ്ങർ ലൈൻ. ഫ്രണ്ട് കാർബൺ ആറ്റം റെപ്രസെന്റഡ് അറ്റ് ലോവർ എൻഡ് ആൻഡ് ബാക്ക് കാർബൺ ആറ്റം റെപ്രസെന്റഡ് അറ്റ് അപ്പർ എൻഡ്. ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തെ 3 ഹൈഡ്രജൻ ആറ്റം ഷോർട്ടർ ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് എക്ലിപ്സ്ഡ് ഫോർമുല. ഈ ഫോർമുലയെ വിളിക്കുന്ന പേരാണ് സ്റ്റാജേഡ് ഫോർമുല. നോക്കുമ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കുകയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതായിരിക്കും ഇവിടെ ഹൈഡ്രജൻ ആറ്റം കണ്ടോ, ഈ 3 ഹൈഡ്രജൻ ഇച്ചിരി അടുത്തിരിക്കുകയാണ്. ഇവിടെ കണ്ടോ കുറച്ചുകൂടെ അകത്താണ് ഇരിക്കുന്നത്. മാക്സിമം റിപ്പൽ ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി ഇപ്പുറത്തോട്ട് മാറ്റി വരയ്ക്കാം. ഒരുപാടങ്ങ് ദൂരെ പോകത്തില്ല. ഇവിടെ ഇരിക്കുന്നു 3 ഹൈഡ്രജൻ ഉണ്ടാ. ഈ ഹൈഡ്രജൻ ആറ്റം കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. എക്ലിപ്സ് ഈ ഹൈഡ്രജൻ ആറ്റം കുറച്ച് അടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ 3 എണ്ണം ദൂരെ കുറച്ച് മാക്സിമം ഡിസ്റ്റൻസ് ഇരിക്കുകയാണ്. ഇവിടെ മാക്സിമം ഡിസ്റ്റൻസ് വരയ്ക്കണം, അതേ ഉള്ളൂ വ്യത്യാസം. ഹൈഡ്രജൻ അടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഇതിനകത്ത് എക്ലിപ്സിനകത്ത് ഇവിടെ റിപ്പൽ ചെയ്തൊരു മാക്സിമം ഡിസ്റ്റൻസിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് സ്റ്റെബിലിറ്റി മാക്സിമം ആയിരിക്കും. ഇവിടെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഇവർ തമ്മിൽ എപ്പോഴും റിപ്പൽ ചെയ്യും. അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എപ്പോഴും. അതിനെയാണ് നമ്മൾ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കുക, സ്റ്റേബിളായിട്ടിരിക്കില്ല. കാരണം ഇവിടെ റിപ്പൽഷൻ മാക്സിമം ഉണ്ട്. അപ്പോൾ എക്ലിപ്സ്ഡ് അൺസ്റ്റേബിൾ ആണ്. എക്ലിപ്സ്ഡിനേക്കാൾ സ്റ്റേബിൾ ആണ് സ്റ്റാജേഡ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാജേഡ് കൺഫർമേഷൻ ഈസ് വിച്ച് കൺഫർമേഷൻ ഈസ് സ്റ്റേബിൾ, സ്റ്റാജേഡ് ഓർ എക്ലിപ്സ്ഡ്, റൈറ്റ് ദ റീസൺ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. ആരാണ് സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ സ്റ്റാജേഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ റിപ്പൽഷൻ മാക്സിമം ആണ്. മാക്സിമം റിപ്പൽഷൻ വന്നിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഇവിടെ റിപ്പൽ ചെയ്യാൻ പറ്റില്ല, ഇവിടെ തന്നെ സ്റ്റേബിളായിട്ട് അവരവിടെ ഇരിക്കും. അപ്പോൾ ഇത്രയാണ് സാഹോഡ്സ് പ്രൊജക്ഷൻ ഫോർമുല. പേര് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, സാഹോഡ്സ്. ഹോഡ്സിന്റെ കുതിരയുടെ കുളം പോലെ ഇരിക്കുകയാണ് ഈ ഹൈഡ്രജൻ ഇരിക്കുന്നുണ്ട്. നമ്മൾ പശുവിന്റെ കാളയുടെയൊക്കെ കുതിരയുടെ കുളം പോലെ ഇടല്ലേ, കാലിലെ കുളം പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ പേരാണ് സാഹോഡ്സ് പ്രൊജക്ഷൻ ഫോർമുല. ആ സാഹോഡ്സ് പ്രൊജക്ഷൻ ഫോർമുല 2 സ്ട്രക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യാം.
എക്ലിപ്സ്ഡ് സ്ട്രക്ചറും സ്റ്റാജേർഡ് സ്ട്രക്ചറും. എക്ലിപ്സിനകത്ത് അടുത്തിരിക്കുകയാണ് ഹൈഡ്രജൻ ആറ്റം, സ്റ്റാജേർഡിനകത്ത് ദൂരെ ഇരിക്കുകയാണ്. അടുത്തും ദൂരെയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ക്യൂ കൺഫർമേഷൻ. നമുക്ക് പഠിക്കാനില്ല. സ്റ്റാജേർഡിനും എക്ലിപ്സിനും ഇടയ്ക്ക് വരും, മിഡിൽ വരും, ഒരുപാട് ദൂരമല്ല ഒരുപാട് അടുത്തല്ലാതെ വന്നാൽ അതാണ് സ്ക്യൂ കൺഫർമേഷൻ. നമുക്കതില്ല, നമുക്ക് ഇത് രണ്ടും പഠിച്ചാൽ മതി. എക്ലിപ്സിനും സ്റ്റാജേർഡും. സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വരയ്ക്കണം. അപ്പോൾ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനാണ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് വ്യത്യാസം വന്നു. ഇവിടെ അടുത്തല്ലേ ഇരുന്ന്, ഇവിടെ ദൂരെ അറേഞ്ച് ചെയ്തു. അതാണ് എറൗണ്ട് എ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. ഇതിനകത്ത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഡിഫറൻ്റ് ആയിട്ടിരുന്നാൽ ആ ഫിനോമിനന്റെ പേരാണ് കൺഫർമേഷൻ. കൺഫർമേഷൻ 3 തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം: എക്ലിപ്സ്ഡ്, സ്റ്റാജേർഡ്, സ്ക്യൂ. അത് റെപ്രസെന്റ് ചെയ്യാൻ 2 ഫോർമുല ഉണ്ട്. ഒന്നാമത്തത് സാഹോഡ്സ് പ്രൊജക്ഷൻ ഫോർമുല, സാഹോഡ്സ് ഫോർമുല. രണ്ടാമത്തത് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. ഇനി ന്യൂമാൻ നമുക്ക് വരയ്ക്കണം, സാഹോഡ്സ് ഇത്രയായുള്ളൂ. ഓക്കെ, ഇൻ സാഹോഡ്സ് പ്രൊജക്ഷൻ ഫോർമുല കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഈസ് റെപ്രസെന്റഡ് ബൈ എ ലോങ്ങർ ലൈൻ. എന്തുപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം? ഒരു ലോങ് ലൈൻ ഉപയോഗിച്ച് അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫ്രണ്ട് കാർബൺ, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയുള്ള? ആദ്യം കാണുന്നത് കാർബൺ, രണ്ടാമത് കാണുന്നത് ബാക്ക് കാർബൺ. ഫ്രണ്ട് കാർബൺ ആറ്റം റെപ്രസെന്റ് അറ്റ് ലോവർ എൻഡ്. കാർബൺ ഇത് വരയ്ക്കരുത്, ഒരു ലൈൻ മാത്രമേ വരയ്ക്കാവൂ. ഹൈഡ്രജൻ മാത്രമേ നമ്മൾ ഷോൺ ചെയ്യൂ ഇതിനകത്ത്, ബാക്കിയെല്ലാം ഡോട്ടഡ് ലൈനാണ്. ഫ്രണ്ട് കാർബൺ ആറ്റം ഈസ് റെപ്രസെന്റ് അറ്റ് ലോവർ എൻഡ് ആൻഡ് ബാക്ക് കാർബൺ റെപ്രസെന്റ് അറ്റ് അപ്പർ എൻഡ്. ബാക്ക് കാർബൺ ആറ്റം എവിടെയാണ്? അപ്പർ എൻഡിലാണ്. ഓക്കെ, 3 ഹൈഡ്രജൻ ആറ്റം റെപ്രസെന്റഡ് ബൈ സ്മാൾ ലൈൻസ്. സ്മാൾ ലൈൻ ഉപയോഗിച്ച് കാർബണിനകത്ത് 3 ഹൈഡ്രജൻ ആറ്റം വീതം റെപ്രസെന്റ് ചെയ്യും, ലോവർ എൻഡിലും അപ്പർ എൻഡിലും. ഓക്കെ, ഇൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ഹൈഡ്രജൻ ആറ്റംസ് ആർ ക്ലോസ്ഡ്. എക്ലിപ്സിനകത്ത് ഹൈഡ്രജൻ ആറ്റം ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. സ്റ്റാജേർഡിനകത്ത് ഹൈഡ്രജൻ ആറ്റം ഒരുപാട് അങ്ങ് അടുത്ത് വരാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഇവർ റിപ്പൽഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും വരെയാണ് ഏറ്റവും ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരെ വരുള്ളൂ. വീണ്ടും അടുത്ത് വന്നാൽ അവർ റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് അടുത്ത് വരെ കൂട്ടിച്ചേർന്ന് വരയ്ക്കാൻ പറ്റൂല, കാരണം അവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം അടുത്തിരിക്കുന്നതാണ് എക്ലിപ്സ്ഡ്. ഏറ്റവും ഫാർ എപ്പാർട്ടായിട്ടിരിക്കും, ഏറ്റവും ലാർജ് ഡിസ്റ്റൻസ് ഇരിക്കുന്നതിനാണ് എന്ന് നമ്മൾ പറയുന്നത് സ്റ്റാജേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എക്ലിപ്സ്ഡും സ്റ്റാജേർഡും. ഒരെണ്ണേ ആയുള്ളൂ സാഹോഡ്സ്. രണ്ടാമത്തെ ആളാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. അതാണ് ഇനി അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല അതിൻ്റെയും എക്ലിപ്സും ഉണ്ട്, സ്റ്റാജേർഡും ഉണ്ട്. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല, എ കാർബൺ കാർബൺ ബോണ്ട്, ദ ഫ്രണ്ട് കാർബൺ ആറ്റം. നമ്മൾ ഈ ബോർഡിനകത്തോട്ട് നോക്കി നിൽക്കുകയാണ്, ഒരാളിങ്ങനെ ബോർഡിലോട്ട് നോക്കി നിൽക്കുക. നോക്കി നിൽക്കുമ്പോൾ അതിനകത്ത് 2 കാർബൺ ഉണ്ട്. ഈതേൻ തന്നെ നമ്മൾ വരയ്ക്കുന്നത്, ഈതേനെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഫ്രണ്ട് കാർബൺ ആറ്റം ഈസ് റെപ്രസെന്റഡ് അറ്റ് എ പോയിന്റ്. ഫ്രണ്ട് കാർബൺ ആറ്റം ഒരു പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റ്. 3 ഹൈഡ്രജൻ ആറ്റം റെപ്രസെന്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. ഇതിന് ആ ഫ്രണ്ടിൽ ഒരു ആറ്റം, ഫ്രണ്ട് കാർബൺ ആറ്റത്തെ ഒരു പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് അതിനകത്തുനിന്ന് 120 ഡിഗ്രിയിൽ 3 വര വരയ്ക്കണം, ലൈൻസ്. എന്താ 120 ഡിഗ്രി ആംഗിളിൽ 3 വര വരച്ച് ആ 3 എണ്ണത്തിനകത്ത് നമ്മൾ ഹൈഡ്രജൻ ആറ്റം റെപ്രസെന്റ് ചെയ്യണം. ഫ്രണ്ടിനകത്തുള്ള ഹൈഡ്രജനാണ്. ഓക്കെ, 3 ഹൈഡ്രജൻ ആറ്റം. ഇവിടെയും കാർബൺ വരയ്ക്കൂല, ഒരു പോയിന്റിൽ നിന്ന് 120 ഡിഗ്രിയിൽ 3 ലൈൻ വരച്ചിട്ട് 3 ലൈൻസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രിയിൽ വരച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ റെപ്രസെന്റ് ചെയ്യുന്നു. ബാക്ക് കാർബൺ ആറ്റം ഈസ് റെപ്രസെന്റഡ് ബൈ എ സർക്കിൾ. ഫ്രണ്ട് കാർബൺ ഇതാണ്, ബാക്ക് കാർബൺ ഒരു സർക്കിൾ ഉപയോഗിച്ച് നമ്മളങ്ങ് വരയ്ക്കണം. കണ്ട, ബാക്ക് കാർബൺ ആറ്റം ഒരു സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. 3 ഹൈഡ്രജൻ ആറ്റം attached to each carbon atom shorter lines at an angle of 120 degree. അടുത്ത ബാക്കിനകത്ത് 3 ഹൈഡ്രജൻ ഇല്ലയോ, ആ 3 ഹൈഡ്രജനെയും ഒരു ഷോർട്ടർ ലൈൻ ഉപയോഗിച്ച് അങ്ങ് റെപ്രസെന്റ് ചെയ്യണം. മറ്റേ അത്രയും വേണ്ട, ഇച്ചിരി കുറഞ്ഞു വരണം. ഇവിടെയും വെച്ച് ഇവിടെയും വെച്ച്
തീർന്നു, നാളെ തീർന്നു. ഇതാണ് എക്ലിപ്സ്ഡ്. അടുത്തിരിക്കുന്നതോടെ നമ്മൾ എന്ത് വിളിക്കും? എക്ലിപ്സ്ഡ്. രണ്ടാമത് നമുക്ക് സ്റ്റാജേർഡ് വരയ്ക്കണം. വരയ്ക്കുന്നത് ഇതേപോലെയാണ്. ഒരു പോയിന്റ്, അതിനകത്തുനിന്ന് 120 ഡിഗ്രിയിൽ 3 ലൈൻ വരച്ച് 3 ഹൈഡ്രജനെ റെപ്രസെന്റ് ചെയ്ത് ബാക്ക് കാർബണാറ്റ് ഒരു സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് ഹൈഡ്രജൻ വരയ്ക്കണം. എക്ലിപ്സ്ഡ് സ്റ്റാജേർഡ് അല്ലയോ? അപ്പൊ റിപ്പൽ ചെയ്ത് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കണം. മാക്സിമം ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ സെൻട്രൽ വരച്ചാൽ മതി. അത്രേ ഉള്ളൂ. കൊച്ചു ലൈൻ ഉപയോഗിച്ചുണ്ടാ. മാക്സിമം റിപ്പൽഷൻ ഇതിന്റെ രണ്ടിനെയും കൂടെ സെൻട്രിൽ വരണം. അപ്പോഴേ റിപ്പൽഷൻ മാക്സിമം വന്ന്. അടുത്തോട്ട് വരുമ്പോൾ റിപ്പൽഷൻ ഉണ്ട്. അടുത്തോട്ട് വരുമ്പോൾ റിപ്പൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇവിടെ റിപ്പൽ ചെയ്ത് ഇവിടെ കൊണ്ടിരുത്തി. ഇതിന്റെയും നടുക്ക് വരയ്ക്കണം. അപ്പം ദൂരെ കാണുന്നയാള് സ്റ്റാജേർഡ്, അടുത്തിരിക്കുന്ന ആള് എക്ലിപ്സ്ഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഇച്ചിരി പാടുള്ള കാര്യമാണ്. മനസ്സിലായില്ല? നിങ്ങൾ ഒന്നുകൂടെ അത് കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് സാധനം എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് കാർബണാറ്റ് ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യണം. പോയിന്റിൽ നിന്ന് 120 ഡിഗ്രിയിൽ 3 ലൈൻ വരയ്ക്കണം. ആ ലോങ്ങർ ലൈനാണ്. അതിനകത്ത് ഫ്രണ്ടിലുള്ള 3 ഹൈഡ്രജനാറ്റ് റെപ്രസെന്റ് ചെയ്യണം. ബാക്ക് കാർബണാറ്റ് ഒരു സർക്കിൾ ഉപയോഗിച്ച് അങ്ങ് വരയ്ക്കണം. ബാക്ക് രണ്ടാമതേ വരയ്ക്കാവൂ കേട്ടോ. ബാക്ക് കാർബണാറ്റ് ആദ്യം ഒരു സർക്കിൾ വരച്ചോളരുത്. ബാക്ക് കാർബണാറ്റാണ് ഒരു സർക്കിളിനകത്ത്. ഫ്രണ്ട് കാർബണാറ്റ് ഈ പോയിന്റിൽ നിന്നും ബാക്ക് കാർബണാറ്റിനെ സർക്കിളിൽ നിന്നും ആ സർക്കിളിനകത്ത് ഷോർട്ടർ ലൈൻ ഉപയോഗിച്ച് 3 ഹൈഡ്രജൻ ആറ്റം. അത് ഈ ഹൈഡ്രജനോട്ട് ഏതൊക്കെ ഇച്ചിരി അടുത്തടുത്ത് വരയ്ക്കണം. അടുത്ത് വരയ്ക്കുന്നതാണ് എക്ലിപ്സ്ഡ്. ഈ 2 ഹൈഡ്രജന്റെയും കൂടെ നടുക്ക് നോക്കി വരയ്ക്കണം. മാക്സിമം റിപ്പൽ ചെയ്ത് നടുക്ക് വന്നിരുന്നാൽ അതിന്റെ പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അത്രയേ ഉള്ളൂ. അപ്പം എന്തായി? സ്റ്റാജേർഡുമായി എക്ലിപ്സ്ഡുമായി. ഈ ഫിനോമിനന്റെ പേരാണ് കൺഫർമേഷൻ. പരീക്ഷയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എല്ലാം മിക്ക പരീക്ഷകളിലും എടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ കാണും. ഇതിനകത്ത് ഇച്ചിരി വലിയ പാടൊന്നുമില്ല. പാടുള്ള ഒരു ഏക കാര്യം ഈ പാഠത്തിൽ ഇതാണ്, കൺഫർമേഷൻ. ഓക്കെ, ഇന്നോ കൺഫർമേഷൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ദ ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് അറൗണ്ട് എ കാർബൺ സിഗ്മ ബോണ്ട്. ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അറൗണ്ട് എ കാർബൺ സിഗ്മ ബോണ്ട് ഈസ് നോൺ ആസ് കൺഫർമേഷൻ. 3 തരത്തിൽ കൺഫർമേഷൻ നമുക്ക് വരയ്ക്കാം. എക്ലിപ്സ്ഡ്, സ്റ്റാജേർഡ്, എക്ലിപ്സ്ഡ്. ഞാൻ ഇത് വീണ്ടും എക്ലിപ്സ്ഡ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ പേര് എക്ലിപ്സ്ഡ് എന്നല്ല, സ്റ്റാജേർഡ് എന്നാണ്. എക്ലിപ്സ്ഡ്, സ്റ്റാജേർഡ് കൺഫർമേഷൻ. മൂന്നാമത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് സ്ക്യൂ കൺഫർമേഷൻ. ഏതാണ്? സ്ക്യൂ കൺഫർമേഷൻ. എക്ലിപ്സ്ഡും സ്റ്റാജേർഡും 2 ഫോർമുല ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയും സാഹോട്സ് ഫോർമുലയും. സാഹോട്സ് ഫോർമുലയ്ക്കകത്ത് ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം. എക്ലിപ്സ്ഡ് ആകുമ്പോൾ ക്ലോസ് ആയിട്ടിരിക്കും ഹൈഡ്രജൻ ആറ്റങ്ങൾ. മാക്സിമം റിപ്പൽ ചെയ്തിരുന്നാൽ അതിൻ്റെ പേരാണ് സ്റ്റാജേർഡ്. ഇത്രയേ ഉള്ളൂ. കൺഫർമേഷൻസ് തീർന്ന. ആൽക്കെയിൻ എല്ലാം ഇത്രയുമേ ഉള്ളൂ. ആൽക്കെയിൻ്റെ പ്രിപ്പറേഷൻ, ആൽക്കെയിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, കൺഫർമേഷൻ. ഇനി നമുക്ക് ഈ പാഠത്തിലുള്ള ബാക്കി 2 കാര്യങ്ങളൊന്ന് ആൽക്കീനും വേറെ ആൽക്കൈനുമാണ്. അത് കൂടുതലായിട്ടൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആൽക്കെയിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതും കൂടുതൽ പഠിക്കാനുള്ളതും ആൽക്കെയിനാണ്. രണ്ടാമത്തെ ആളാണ് ആൽക്കീൻ.